പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. ഇതുവരെ ഈ പലനാൾ കള്ളനെ ആരും പിടിച്ചില്ലല്ലോ. ഇത് പറഞ്ഞാലും കൂടുതലുണ്ടല്ലോ വാസോട്ടാ. അതൊന്നും നീ നോക്കണ്ട, അതൊക്കെ മണ്ടൻ സൂപ്പർവൈസർ നോക്കിക്കോളൂ. എനിക്ക് തരാൻ പറഞ്ഞ കട്ടിൽ എന്നത്തേക്കാവും വാസോട്ടാ? മലേഷ്യയിൽ നിന്ന് കുറച്ച് തടി വരുന്നുണ്ട്, അതിൽ നിന്ന് അടിച്ചു മാറ്റി ഒരു കട്ടിലുള്ളത് നിനക്ക് തരാം. പക്ഷേ കടവില്ല, ഒക്കെ കാശ് തരണം. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞില്ലേ? എടാ 50 കണ്ടി മരം മറുത്താൽ അതിൽ നിന്ന് 5 കണ്ടി തടി കുറഞ്ഞാൽ ഒരു തെണ്ടിയും കണ്ടുപിടിക്കത്തില്ല. നീ ഒരു കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കി, തട്ടിക്കാനും വെട്ടിക്കാനും ആണെങ്കിൽ അതിനും സാമർഥ്യം വേണം. നീ വേവർക്ക് ആരെങ്കിലും കാണും. എത്ര നാളാണ് തുടങ്ങിട്ട്? മരം ആവിയായില്ല, എങ്ങനെയാ പോകുന്നത് ഇപ്പൊ മനസ്സിലായി. അടിച്ചു മാറ്റിയ മരമൊക്കെ തിരിച്ചു കേട്ടിട്ട് നീ അങ്ങോട്ട് വേടാ തെണ്ടി. വൃത്തികെട്ട തെണ്ടി. നമസ്കാരം. ഇതാ ഉത്രാളി കാവിലെ പ്രസാദം. എന്താ വാസു രാവിലെ? ട്രോളിംഗ് നിരോധിച്ചിരിക്കാമേ. മാർക്കറ്റിൽ എങ്ങും മീൻ കിട്ടാനില്ല. നമ്മുടെ കാതറ് കുറച്ച് പുഴമീനുമായിട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ എന്തൊക്കെ വാങ്ങി അമ്മയ്ക്ക് തരാമെന്ന് കരുതി. വല്ലപ്പോഴും ഒരിക്കലല്ലേ പോഷകാംശമുള്ള മത്സ്യങ്ങൾ കിട്ടാറുള്ളൂ. എത്ര രൂപയായി വാസു? എത്ര രൂപയാലും എന്താ, ഈ വാസു അല്ലയോ തരുന്നേ? വെറുതെ പട്ടര് വെള്ളത്തിൽ ചാടില്ലല്ലോ. അയ്യോ, ഏത് പട്ടര്? ഈ പട്ടര്. ഈ പട്ടര്. എനിക്ക് ചോറ് തരുന്ന ഹരിസാറിന്റെ അമ്മയ്ക്ക് 2 കിലോ മീൻ മേടിച്ചു കൊടുക്കാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ മോളെ? ഇതാ ഹരിസാർ എഴുന്നേറ്റില്ലല്ലോ. പുഴമീനാണെന്ന് പറഞ്ഞിട്ട് ഇത് മത്തിയാണല്ലോ. അതെ, മത്തി. പുഴയിലും ഇപ്പൊ മത്തി കിട്ടുന്നു മോള് പത്രത്തിൽ വായിച്ചില്ലേ? അയ്യോ, വർഷാപ്പിലെ രാവിലെ തീർക്കേണ്ട കുറച്ച് പണിയുണ്ട്. ഹരിസാറിനോട് ഞാൻ വന്നേച്ച് പോയിന്ന് പറഞ്ഞേക്കണേ അമ്മേ. ഐസിലിട്ടതാ. ആരുടെ ശബ്ദം കേട്ട? വാസുവേട്ടൻ പുഴമീനാന്നും പറഞ്ഞ് കുറച്ച് മത്തി കൊണ്ട് തന്നു. അയാൾ പോയാ? ആ പോയി. ഏട്ടനോട് വന്ന കാര്യം പറയാൻ പറഞ്ഞു. ഇന്നെന്താ വാസു എത്ര നേരത്തെ? ഉണ്ണുന്ന ചോറിനോട് കൂറ് വേണമടാ. കൂറുള്ളവൻ നേരത്തെ വരും. അപ്പൊ ഇന്നലെ വരെ കൂറില്ലായിരുന്നോ? ഇന്ന് എവിടുന്ന് വന്ന് ഈ പുതിയ കൂറ്? വേണ്ട വേണ്ട, വിടവില്ലാത്ത താപ്പ് കയറ്റണ്ട, ആ പൊടിഞ്ഞു. വാസു താനിങ്ങി വന്നേ. എനിക്കല്പ തിരക്കുണ്ട്. ഈ കസേരയുടെ പണി ഇന്ന് തന്നെ തീർക്കണം. സാരമില്ല, താനിങ്ങി വന്നേ. ഒരു പണിയും സമയത്തിന് തീർക്കാൻ സമ്മതിക്കില്ലേ എപ്പോഴും വാസു 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 വാസു. എന്താ സാർ? ആ മീനിന്റെ വില. അയ്യോ, ഞാൻ അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്താ. എന്റെ അമ്മയ്ക്ക് മീൻ മേടിച്ചു കൊടുക്കാനുള്ള നിവൃത്തി തൽക്കാലം എനിക്കുണ്ട്. താനിത് മേടിക്കേ. മേടിക്കണോ? അയ്യേ സാർ, സാറിന് ഇങ്ങനെ കോംപ്ലക്സ് പാടില്ല. താൻ ഇനി ഇവിടെ പണിക്ക് വരണ്ട. അയ്യോ, അതെന്താണ് സാർ? തന്നെ ഏൽപ്പിക്കുന്ന തടിയൊക്കെ ആവിയായിട്ട് പോകുന്നു. സാർ, ഞാൻ കാല് പിടിക്കാം. ഒരബദ്ധം പറ്റാത്ത ആരും. ഒരബദ്ധം പറ്റാത്തവരില്ല, 9 അബദ്ധം പറ്റിയവരുമില്ല. ആ 9ാമത്തെ അബദ്ധം എനിക്ക് പറ്റാതിരിക്കാൻ ഞാൻ തന്നെ പറഞ്ഞു വിടുന്നു. സാർ, ചതിക്കരുത്. ഭാര്യ 6-7 പിള്ളേരും പട്ടിണിയായി പോകും. തന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ ഞാനും എന്റെ കുടുംബവും പട്ടിണിയാവും. അതുകൊണ്ട് താൻ പോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? താൻ പോ. ഇവിടെ പോടോ, ഇവിടെ പോവാൻ. ശരി. എന്താ പണിക്ക് വരണ്ടെന്ന് ഞാൻ. അതെ, എന്നെ പിരിച്ചുവിട്ടതൊരു ഫാസിസ്റ്റ് നടപടിയാണ്. എന്നാൽ ഈ വാസു തോക്കില്ല. ഒരു ഉളി കയ്യിലുണ്ടെങ്കിൽ ആഞ്ഞിലി തെക്കതിൽ വാസ്തവനാശരി എങ്ങനെയും ജീവിക്കും. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, കൈവിലങ്ങളല്ലാതെ. മൈ ഡിയർ കോമറേഡ്സ്, ഭൂമി ഉരുണ്ടതാണ്. നമുക്ക് എവിടെങ്കിലും വെച്ച് കാണാം. വിവരമില്ലാത്ത ഇങ്ങേരുടെ കൂടെ ജോലി. ഞാൻ നിരപരാധിയാണ്. ഇവിടെ ഇല്ലെങ്കിൽ വേറൊരു സ്ഥലം. നിർത്ത് 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 നിർത്ത്. അയ്യോ, അയ്യോ.
ഐറ്റംസ് എല്ലാം എടുത്ത് കാർ ഷെഡ് വെയ്. ഓ ഇപ്പൊ ഇവിടെയാണോ? ഓ അതെ, അവിടെ നിന്നെ അങ്ങ് പറഞ്ഞു വിട്ട്. എന്നെ ഏ കിടപ്പ് ഇവിടെ തന്നെയാണോ? അല്ല, വീട്ടില. വീട് എവിടെയാ? ദേ ഇവിടെ അടുത്ത് കവലെ ലിസ്റ്റിഡ് ബൂത്തിന്റെ അവിടെ 3ാമത്തെ വീട്. നമസ്കാരം. കസേര കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സന്തോഷവും ഇല്ലല്ലോ. ദേ പറഞ്ഞതിൽ 2 ദിവസം മുമ്പ് കസേര കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആഞ്ഞിലിത്തക്കതിൽ വാസുദേവനാശാരി. വന്നാട്ടെ കാണാം. സാറിന് ഇപ്പൊ നല്ല ടൈമാ. അതാണ് ഹരികരൻ പിള്ളയ്ക്ക് ഓർഡർ കൊടുക്കാൻ തോന്നാത്തത്. നേര് പറയാവില്ല, അയാൾ ഒരു ഫ്രോഡാ. ഞങ്ങൾ മുമ്പ് ഹരിയോട് ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു ഫ്രോഡ് ആണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതാ അവന്റെ വിജയം. അവന്റെ പഞ്ചാര വാക്ക് കേട്ട് പെണ്ണുങ്ങൾ മയങ്ങിപ്പോവും. നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലേ? നമ്മൾ സ്ട്രൈറ്റാ. എന്നെ പോലൊരു ശില്പിക്ക് അവിടെ പറ്റിയതെല്ലാം തോന്നി ആയുധമെടുത്ത് സ്ഥലം കാലിയാക്കി സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ഇപ്പൊ നല്ല ബുക്കിംഗാ. എങ്ങനെയുണ്ട് എന്റെ പണി? കടച്ചിലല്ല, കൈപ്പണിയാ, കൈപ്പണി. ആ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ തോന്നരുത് സാറേ, കഷ്ടമാണ്. കുഴപ്പമില്ല. ദേ ഇതേലൊന്ന് ഇരുന്ന് നോക്കിയേ, പിന്നെ എഴുന്നേക്കത്തില്ല. അത്രയ്ക്ക് സുഖമാ. ചേച്ചി ഇതെല്ലാം ഇരുന്ന് നോക്കിട്ടാ നിർവൃതി സുഖവും സാറിനൊന്ന് പറഞ്ഞു കൊടുത്തേ. കസ്റ്റമേഴ്സിന്റെ തൃപ്തിയാണ് എന്റെ സന്തോഷം. ചേച്ചി ഇരുന്നാട്ടെ. ചേച്ചി പ്ലീസ് ഇരിക്കേ ചേച്ചി. ഇരിക്കേച്ചി. മെല്ലെ. മോനെ എടുത്തോണ്ട് പോടാ നിന്റെ ഒരു കൈപ്പണി. ചപ്രമന്റെ കട്ടിൽ എപ്പോ കൊണ്ടുവരണം? നിന്റെ കട്ടിലും വേണ്ട തൊട്ടിലും വേണ്ട. വാങ്ങിച്ച കാശ് തിരിച്ചു തന്നിട്ട് പോടാ. പോടെ ഇറങ്ങി പോടാ. വാസുവിന്റെ കസേര ഇരിക്കാൻ യോഗം വേണം. വേഗം പോണം.